നമസ്കാരം. 3 ദിവസം മുമ്പ് കോട്ടയത്ത് വെച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായി. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു സംഭവം അറിഞ്ഞതാണ്. പക്ഷെ അവർ മനഃപൂർവ്വം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. ആ സമയത്താണ് നമ്മുടെ താമരശ്ശേരിയിലെ ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ആ ഒരു വാർത്തയ്ക്ക് കൊടുത്തു. ആ വാർത്തയുടെ ഇടയിൽ ഈ ഒരു വാർത്ത മുങ്ങിപ്പോയി. പക്ഷേ അത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു, റിപ്പോർട്ട് ചെയ്യേണ്ട സംഭവമായിരുന്നു, നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇവർ മനഃപൂർവ്വം അവഗണിച്ചു. വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട വെച്ച് ആരെയൊക്കെയോ പേടിച്ച് ഇവർ മനഃപൂർവ്വം ഈ വാർത്ത കൊടുത്തില്ല. 1-2 ഓൺലൈൻ ചാനലുകാർ ഈ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ മെയിൻ ആയിട്ട് ഈ ഒരു വാർത്ത കൊടുത്തത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലാണ്. ആ ചാനലിലാണ് ഞാൻ ഈ ഒരു വാർത്ത കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ ടോട്ടലി അപ്സെറ്റ് ആയിപ്പോയി. അത്രയും എന്നെ വിഷമിപ്പിച്ച ഒരു വാർത്തയാണ്. പിന്നെ ഈ വാർത്തയുടെ മുഴുവൻ ഡീറ്റെയിൽസും വന്നതിന് ശേഷം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പോൾ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കോട്ടയം സ്വദേശിയായ ഷൈനി എന്ന് പറയുന്ന യുവതി, പുള്ളിക്കാരിക്ക് 43 വയസ്സാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് 3 മക്കളാണ്. മൂത്തത് ഒരു ആൺകുട്ടിയാണ്. അവനിപ്പോൾ എറണാകുളത്തുള്ളൊരു സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ്. അതിനുശേഷം 2 പെൺമക്കളും കൂടിയുണ്ട്. 11ഉം 10ഉം വയസ്സുള്ള അലീനയെന്നും ഇവാനയെന്നും പേരുള്ള 2 പൊന്നമ്പോറ്റി പിള്ളേർ. അപ്പോൾ ഷൈനി ഒരു ദിവസം രാവിലെ, ഷൈനി ഇപ്പം ഷൈനിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ഷൈനിയുടെ ജനിച്ച വീട്ടിലാണ് നിൽക്കുന്നത്. ഷൈനി ഒരു ദിവസം രാവിലെ വീട്ടുകാരോട് പള്ളിയിൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെയും കൂട്ടി കോട്ടയത്തുള്ള റെയിൽവേ ട്രാക്കിൽ പോയി നിന്നു. മക്കൾക്കും അറിയാമായിരുന്നു, മക്കൾക്ക് അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ് അമ്മ ഇത് ചെയ്യുന്നതെന്നും മക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരാതിയും പരിഭവവും പറയാതെ മക്കള് അമ്മയെ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങ് നിന്നു. ലോക്കോ പൈലറ്റ് കണ്ടു. പക്ഷേ ഇങ്ങനെ അവർക്ക് നിർത്താൻ പറ്റത്തില്ല. ഒരു കൃത്യമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ അവർക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. ഹോണൊക്കെ അടിച്ചു, വലിയ ബഹളം വെച്ചു. ആര് കേൾക്കാൻ? അവരനങ്ങിയില്ല, അവിടെ തന്നെ നിന്നു. അവസാനം പോലീസ് വന്ന് എല്ലാവരെയും വാരിപ്പറക്കി എടുക്കേണ്ടി വന്നു. അപ്പോൾ ഷൈനിയുടെ 2 മക്കളുടെ ഫോട്ടോയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ആ മക്കളുടെ മുഖം കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. 2 പെൺമക്കള്, അവര് ജീവിതം കണ്ടിട്ടില്ല, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ഷൈനി ഇത് ചെയ്തത്? കാരണം ആ മക്കളുടെ മുഖം കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു പോകും, എന്തുകൊണ്ട് ചെയ്തു? അത്രയും കഷ്ടപ്പാടോ ദുരിതമോ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആൾക്കാർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത്. അപ്പൊ എന്തിനിത് ചെയ്തു? അപ്പൊ അന്വേഷിച്ചപ്പോൾ ഷൈനി തൊടുപുഴ ചുങ്കത്തുള്ള നോബി കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയാണ്. ഷൈനി ഒരു BSc നേഴ്സാണ്. നേഴ്സായിരുന്നു. കുറേ വർഷം ജോലിയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് ഇയാളുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ജോലിക്ക് പോയിട്ടില്ല. നോബിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ജോലിക്ക് പോയിട്ടില്ല. അപ്പൊ ഷൈനിയെ ആ വീട്ടുകാർ കൺസിഡർ ചെയ്തത് ഒരു വീട്ടുവേലക്കാരി എന്നുള്ള രീതിയിലായിരുന്നു. അത്രയും അവഗണിക്കുകയും അവോയ്ഡ് ചെയ്യുകയും ഇഗ്നോർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. കുറ്റപ്പെടുത്തുകയും കുത്തുവാക്കുകളൊക്കെ പറയുകയും ആ വീട്ടിലെ സന്തോഷമൊന്നും ഷൈനി അറിഞ്ഞിട്ടില്ല. ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ അച്ഛൻ പോലും ഈ ഷൈനിയെ അവഹേളിക്കുമായിരുന്നു എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. ഷൈനിക്ക് അവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല, സ്വസ്ഥത ഉണ്ടായിരുന്നില്ല, സന്തോഷം ഉണ്ടായിരുന്നില്ല. അവസാനം സഹികെട്ട് ഗതികെട്ട് 2 മക്കളെയും കൊണ്ട് ഷൈനി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഷൈനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതോട് കൂടിയിട്ട് ഭർത്താവിന് വാശിയായി, വൈരാഗ്യമായി. ഭർത്താവ് മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, അയാളുടെ രക്തത്തിൽ പറഞ്ഞ പെൺമക്കളാണ്. ആ പെൺമക്കൾക്ക് ചെലവിന് കൊടുക്കത്തില്ല, അവർക്ക് തിന്നാൻ പോലും ഒന്നും കൊടുക്കത്തില്ല. ഷൈനി പിന്നെ ഒരു BSc നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഷൈനി ധൈര്യത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് ഷൈനിക്ക് കിട്ടിയില്ല. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ഇത്രയും വർഷമായിട്ട് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോയ സ്ത്രീ വന്ന് നിൽക്കുന്നു എന്നേ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. വീട്ടുകാരും അങ്ങനെ കൺസിഡർ ചെയ്യത്തുള്ളൂ. വീട്ടുകാർക്കൊരു ഭാരമാണ്. അങ്ങനെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷൈനി വിചാരിച്ചു തനിക്ക് ജീവിക്കാൻ പറ്റും, കാരണം തനിക്കൊരു ജോലി കിട്ടും. അങ്ങനെ സ്വന്തം വീട്ടിൽ വന്ന് നിന്നിട്ട് ഏതാണ്ട് 9 മാസത്തോളമായി. 9 മാസമായിട്ട് ഷൈനി ജോലി അന്വേഷിക്കുകയാണ്. സ്വന്തം വീട്ടിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, അവർക്ക് ഫീസ് അടയ്ക്കണം, അവർക്ക് തിന്നാൻ വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. ഇങ്ങനെ കുറേ ചെലവുകളല്ലേ. അതുകൂടാതെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയുള്ള കുറേ കടങ്ങൾ ഷൈനിയാണ് അത് വീട്ടേണ്ടത്. അങ്ങനെ കുറേ കാര്യങ്ങളായി. ഷൈനി അവസാനം ഏതാണ്ട് 12ഓളം ഹോസ്പിറ്റലുകളിലാണ് ജോലി അന്വേഷിച്ചു ചെന്നത്. ഈവൻ ഷൈനിയുള്ള അതേ സഭയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിൽ പോലും ചെന്നിട്ട് ഷൈനിക്ക് ജോലി കിട്ടിയില്ല.
അവർ പോലും ഷൈനിയെ മടക്കി അയക്കുകയാണ് ചെയ്തത്. കാരണം ഇത്രയും വർഷം ഗ്യാപ്പ് വന്നു. BSc നേഴ്സ് ആണെങ്കിലും ഇത്രയും വർഷം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലേക്കും എടുക്കില്ല. അതുകൂടാതെ തന്നെ അറിയാൻ സാധിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷൈനിയുടെ ഭർത്താവായിട്ടുള്ള നോബി കുര്യാക്കോസ്. ഈ നോബി കുര്യാക്കോസിന് ഒരു ബന്ധുവുണ്ട്, ഒരു പള്ളിയിലച്ഛനാണ്, ഒരു പുരോഹിതനാണ്, കോട്ടയം രൂപതയിലുള്ളൊരു പുരോഹിതനാണ്. ആ പുരോഹിതന്റെ ഇടപെടലും ഉണ്ടായിരുന്നു. അപ്പൊ ഷൈനിയെ മനഃപൂർവ്വം വേട്ടയാടാൻ വേണ്ടിയിട്ടും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പുരോഹിതൻ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഷൈനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഇടപെട്ട് ജോലി കൊടുക്കാതിരിക്കാനൊക്കെയുള്ള പരിപാടി ഈ പുരോഹിതൻ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ വോയിസ് ക്ലിപ്പ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇതിലേ ഞാനിന്ന് ചുങ്കത്തുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഈ ഇവരുടെ ഫാമിലിയിൽ ഒരു അച്ഛനുണ്ട്. ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ്. മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി അവസാനം സ്വന്തം പെങ്ങൾ വരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക. ഈ അച്ഛന്റെ മറ്റാണ് ഈ അച്ഛന്റെ പേര്. ഇങ്ങനെയുള്ള ഈ അപരാധികളോടത്ത് എങ്ങനെ സ്വസ്ഥതയുണ്ടാവും? ബന്ധവും സ്വന്തവും ഒന്നും നോക്കാതെ നന്മയ്ക്ക് വേണ്ടി ആരുടെ ഭാഗത്താണോ ശരി, ആരുടെ പക്ഷത്താണോ ശരി, അതിനു വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടവരാണ് ഈ പുരോഹിതന്മാരെന്നൊക്കെ പറയുന്നത്. അവര് തന്നെ ഇത്തരത്തിലുള്ള തെറ്റ് കാണിച്ചാലോ? സ്വന്തം ബന്ധുവിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ഇട്ട് കഷ്ടപ്പെടുത്താൻ അയാളും കൂടി കൂട്ടുനിന്നു. അപ്പം ഈ നോബി എന്ന് പറയുന്ന ഈ വ്യക്തി ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്വാധീനമുള്ളവരാണ്. അവർക്ക് പള്ളിയുടെ സ്വാധീനമുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഷൈനിക്ക് കഷ്ടപ്പാടുകൾ മാത്രമാണ്. അങ്ങനെ അവസാനം ജോലി പോലും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, തന്റെ മക്കൾക്ക് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവസാനം ഗതി കെട്ടിട്ടാണ് ഷൈനി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എല്ലാവരുടെയും അടുത്ത് പോയി കൈ നീട്ടി, ഒരുപാട് വാതിലുകൾ കൊട്ടി, ഒരു വാതിൽ ഷൈനിയുടെ മുമ്പിൽ തുറന്നില്ല, എല്ലാ വാതിലും ഷൈനിയുടെ മുമ്പിൽ കൊട്ടി അടച്ചു. അവസാനം ഷൈനി പോയതിനു ശേഷം എല്ലാവരും പറയുന്നുണ്ട്, അയ്യോ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തൊന്ന് പറയാഞ്ഞേ, ആ മക്കളെ കണ്ടില്ലേ, ഞങ്ങൾ നോക്കുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് പല ആൾക്കാരും. ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ പ്രതിഷേധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഷൈനിയുടെ തന്നെ വീടിന്റെ അടുത്തുള്ള, അതായത് ഷൈനി ജനിച്ചു വളർന്ന വീടിന്റെ അടുത്തുള്ള ആ ഒരു ഇടവകയിലുള്ള പള്ളിയിലാണ് അടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനും മറ്റവര് സമ്മതിക്കുന്നില്ല. ഈ നോബി കുര്യാക്കോസ് അവസാനം വലിയ രീതിയിലുള്ള വിഷയമായി. മകൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, മൂത്ത മകൻ ജീവിച്ചിരിപ്പുണ്ട്. അത് മാത്രമല്ല ഡിവോഴ്സ്ഡ് അല്ല, ലീഗലി ഡിവോഴ്സ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ചുങ്കത്തുള്ള പള്ളിയിൽ തന്നെ അടക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പോലീസുകാരെയും വലിയ സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് നോബി വന്നു ഈ നാട്ടില്. നാട്ടുകാർ കൂകി വിളിച്ചു, നാട്ടുകാരൊക്കെ തല്ലുവെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പോലീസുകാരെയും കൊണ്ട് വന്നത്. പോലീസ് ഉള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നാട്ടുകാർ തെറിയൊക്കെ പറഞ്ഞു, കൂകിയൊക്കെ വിളിച്ചു. അവസാനം ഒരു നാണവും ഇല്ലാതെ ഷൈനിയെ ഇറക്കി വിട്ടവൻ സ്വന്തം മക്കൾക്കെങ്കിലും തിന്നാൻ കൊടുത്തൂടെ? ഷൈനി പോട്ടെ, ഷൈനി ആരുമല്ലെന്ന് പറയാം, സ്വന്തം മക്കളല്ലേ. ആ വൃത്തികെട്ടാൻ വന്നേക്കാണ്, ആ മര്യാദ ഇല്ലാത്തവൻ വന്നേക്കാണ് ഇതെടുത്തോണ്ട് പോകാൻ വേണ്ടി. എന്നിട്ട് എടുത്തോണ്ട് പോയി വീട്ടിൽ കൊണ്ടുവച്ചു. അവന്റെ വീട്ടിൽ ഒറ്റ മനുഷ്യർ ചെന്നില്ല. ആ ഇടവകയിലുള്ള ചുങ്കം ഇടവകയിലുള്ള ഒറ്റ മനുഷ്യര് അവന്റെ വീട്ടിൽ ചെന്നില്ല, നോബിയുടെ വീട്ടിൽ ചെന്നില്ല. എങ്ങനെ ചെല്ലും? ആ മനുഷ്യർക്കൊക്കെ അറിയാം, ആ വീട്ടുകാരെല്ലാം, ആ നാട്ടുകാർക്ക് മുഴുവനായിട്ട് അറിയാം അവന്റെ കുടുംബത്തിന്റെ ഗുണം എന്തുവാന്നുള്ളത്. ചെന്നില്ല. അവസാനം പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയിലുണ്ട് ആൾക്കാരില്ല, പക്ഷെ പള്ളിയിലേക്ക് ഈ നോബി ചെന്നില്ല. നോബിയോ നോബിയുടെ വീട്ടുകാരോ പള്ളിയിലേക്ക് ചെന്നില്ല. ഷൈനിയുടെ മകൻ മാത്രം ഉണ്ടായിരുന്നു. അവസാനം നാട്ടുകാരാണ്, ചുങ്കത്തുള്ള ആ ഇടവകയിലുള്ള നാട്ടുകാരാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തത്. എന്തൊരു വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമകളാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്ന് നോക്കിക്കേ. ഭാര്യയോട് സ്നേഹം കാണിക്കണ്ട, സ്വന്തം മക്കളോട് സ്നേഹം കാണിച്ചൂടെ? അവന്റെ തന്നെ ചോരയാണ്, പൊന്നുപോലുള്ള 2 മക്കൾ. ആ മക്കളെ കാണുമ്പോൾ നമുക്ക് പോലും സങ്കടം വരും. എന്നിട്ട് അവനൊരു സങ്കടമോ കരുണയോ സഹാനുഭൂതിയോ ഇല്ലായിരുന്നെന്ന് ആലോചിക്കുവാണ്. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് കരയുന്നു. അവൻ വലിയ അഭിനയം കാഴ്ചവെക്കുന്നു. അവനങ്ങ് സ്നേഹം അങ്ങ് തുളുമ്പുവാണ്. ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പൊ ഇയാളുടെ പേരിൽ, ഈ നോബിയുടെ പേരിൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട്. നോബിയുടെ കുടുംബക്കാരുടെയും പേരിൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട്. ആ പുരോഹിതന്റെ പേരിലും കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ കേസെടുത്തില്ല. മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. മറുനാടൻ മലയാളി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അയാൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേറെ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. പോലീസുകാർ കേസെടുക്കുന്നില്ല, ആരും കേസെടുക്കുന്നില്ല. നാട്ടുകാർ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തി എന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അയാളുടെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു, കേസെടുത്തില്ല. ഷൈനിക്ക് നീതി കിട്ടിയോ? ഇല്ല. ആ മക്കൾക്ക് നീതി കിട്ടിയോ? ജനിച്ചതേ ഉള്ളൂ, വിടരുന്നതിന് മുമ്പ് പൊഴിഞ്ഞു പോയി എന്നൊക്കെ നമുക്ക് സാഹിത്യ ഭാഷയിൽ പറയാം. ആര് കാരണം പൊഴിഞ്ഞുപോയി? സ്വന്തം അച്ഛൻ കാരണം പൊഴിഞ്ഞുപോയി. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. സ്വന്തം അച്ഛൻ കൊടുത്തില്ല. മക്കളെ ഉണ്ടാക്കിയപ്പോരാ, തിന്നാനും കൂടെ കൊടുക്കണം.
ആ അമ്മ കഷ്ടപ്പെട്ടില്ലെന്നൊന്നും പറയുന്നില്ല. അമ്മ കഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ജോലി വേണ്ടേ, ഇല്ലാതെ എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും? എത്ര നാള് ഇവന്റെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ആ വീട്ടിൽ കിടക്കാൻ പറ്റും? സ്വന്തം പെമ്മക്കടെ കാര്യവും തന്റെ തന്നെ ഗതിയായിരിക്കും അവർക്കും വരാൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ടാണ് അവരെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയത്. ഇത്രയും നാളും തന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ആ മക്കളെ ദ്രോഹിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. താൻ പോയി കഴിഞ്ഞാലും ആ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ വേറെ ആരും കാണത്തില്ല, താനല്ലാതെ മക്കളെ വേറെ ആരും സ്നേഹിക്കത്തില്ലെന്നും അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഇപ്പൊ സ്നേഹമില്ലാത്തവൻ ഇവര് പോയി കഴിഞ്ഞാൽ മക്കൾക്ക് വല്ലതും കൊടുക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? കൊടുക്കത്തില്ല. അങ്ങനെ അവസാനം മക്കളെയും കൊണ്ട് അമ്മ പോയി. എല്ലാം കഴിഞ്ഞ് ഇത്രയും നാളും കരുണ കാണിക്കാത്തവൻ ഇപ്പൊ പറയുന്നു, അയ്യോ കഷ്ടമായി പോയല്ലോ, അയ്യോ പാവങ്ങള്. എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഈ കഷ്ടവും പാവങ്ങളും ഒക്കെ പറയുന്നത്. പോലീസുകാർ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? കേസെടുക്കാൻ വകുപ്പുകളുണ്ടല്ലോ. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? കേസെടുക്കത്തില്ല. അതാണ്, അധികാരവും പണവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും നീതി കിട്ടാൻ പോകുന്നില്ല. പോലീസ് സന്നാഹങ്ങളുമായിട്ടാണ് അവൻ വന്നത്.